ലൂക്കോസ് 7-ാം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവര് മുമ്പോട്ട് വരുന്ന രംഗം നമുക്ക് കാണാം. പെട്ടെന്നൊന്ന് വായിച്ച് വെളിപ്പാട് 7-1 മുതൽ 8 വരെ വളരെ സ്പീഡിൽ ഒന്ന് വളരെ വ്യക്തമായി ഒന്ന് വായിച്ചാട്ട് ഉറക്കെ പാസ്റ്ററെ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. ദൂതനാണ് കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാർ എന്നുള്ള പദപ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്ക് സമുദ്രത്തിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. യോഹന്നാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഇസ്രായേൽ മക്കളുടെ സർവ്വഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ഇസ്രായേൽ മക്കളാണ്, സർവ്വഗോത്രത്തിൽ നിന്നുള്ളവരാണ്. അടുത്തത് യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസ്സാഹാർ ഗോത്രത്തിൽ 12,000, സെബൂലോൻ ഗോത്രത്തിൽ 12,000, ജോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. അങ്ങനെ 12 ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്നും 12,000 പേർ വീതം, ആകെ 144,000 പേർ. 7 വെളിപ്പെടുത്തുന്നത് ഇവർ എവിടെ നിന്നുള്ളവർ? ഉത്തരം ഇസ്രായേലിൽ നിന്നുള്ളവർ, വേറെ ഒരു സ്ഥലത്ത് നിന്നുള്ളവർ അല്ല. ഇനി 14 ഇവരെ കാണാം. ഈ വചനഭാഗങ്ങൾ ഇവിടെ വായിപ്പിക്കുന്നത് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടിയാണ്. 14-1 മുതൽ 5 വരെ വായിച്ചാലും നമുക്ക് ഇക്കൂട്ടരെ കാണാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമിട്ടുന്നത് പോലെയായിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി. ഭൂമിയിൽ നിന്ന് ശ്രദ്ധിക്കണം, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ 144,000 പേര് സ്വർഗത്തിൽ പാടുന്ന പാട്ട് എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. പാടുകയല്ല, പഠിക്കുക. അവർ കന്യകമാരാകയാ, അവര് കന്യകമാരാകയാ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. സ്ത്രീകളോടുകൂടെ കന്യകമാർ മാലിന്യപ്പെടുന്നത് സ്ത്രീകളോടുകൂടെ അല്ലല്ലോ, പുരുഷന്മാരോടുകൂടെയല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം? കന്യകമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നതാണ്. കന്യകമാരാകിയ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് പറയാൻ കാരണം മഹാപീഡനകാല രക്ഷിതഗണമാണ്. മഹാപീഡനകാലത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാപം വ്യഭിചാരമാണ്. ആ പാപം ചെയ്യാത്തവരാണ് ഇവരെന്നർത്ഥം. തൃശ്ശൂർ ടൗണിൽ കൂടെ ലൈംഗിക തൊഴിലാളികൾ ജാഥ നടത്തി. അത്രത്തോളം നമ്മുടെ നാട് അധപ്പതിച്ചു. ഈ പാപത്തിന് ഗവൺമെന്റ് അനുമതി നൽകുന്നു. ഇംഗ്ലണ്ടിലെ പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കാൻ അനുവാദമുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ്. നോഹയുടെ കാലത്തെ പാപം എന്താ? സ്ത്രീഭോഗം. ലോത്തിന്റെ കാലത്തെ പോലെയാണ് കർത്താവിന്റെ വരവ്. ലോത്തിന്റെ കാലത്തെ പാപം എന്താ? പുരുഷ മൈഥുനക്കാർ. ഇത് രണ്ടും ഇന്ന് ലോകത്തിൽ പെരുകിയിരിക്കുകയാണ്. മഹാപീഡനകാലത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാപം വിഗ്രഹാരാധനയല്ല, വ്യഭിചാരമാണ്. പക്ഷെ 144,000 പേര് ആ പാപം ചെയ്യാത്തവരാണ്. ജീവിതം കാത്ത വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഉറക്കെ പറയാൻ പറ്റുമോ? ദൈവമക്കളെ, പ്രസംഗത്തേക്കാൾ വലുത് നമ്മുടെ ജീവിതമാണ്. ഓരോ ദിവസവും കർത്താവിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ ജീവിക്കുക. അതിന് ദൈവം നമുക്ക് ഏവർക്കും കൃപ പകരട്ടെ. അതാണ് വായിച്ച് അവർ കന്യാകുമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിച്ചിരിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന്, ആദ്യഫലം അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള പദപ്രയോഗം ശ്രദ്ധിക്കുക. വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന്. ഫോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. അവർ കളങ്കമില്ലാത്തവർ തന്നെ. ഈ 7-ലും 14-ലും പറയുന്നത് 2 കൂട്ടരല്ല, 1 കൂട്ടരാണ്.
ഇവരാരാണ്? മോശയുടെയും ഏലിയാവിന്റെയും പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട മഹാപീഡനകാല രക്ഷിതഗണമാണ് ഇസ്രായേലിൽ നിന്നുള്ള ഈ 144,000 പേർ. സന്തോഷമുള്ള ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. 14-ാം അധ്യായത്തിൽ ഇവരെ കുറിച്ച് പറയുമ്പോൾ, പിന്നെ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. അവിടെ പറയുന്ന കുഞ്ഞാട് ആര്? പെട്ടെന്ന് വ്യാഖ്യാനിക്കാം, യേശു. യേശുവിനെയാണ് സ്നാപകവനം പറഞ്ഞ് ഇതാ ലോകത്തിലെ പാപം ചുമന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെ പറയുന്ന സിയോൻ മല ഏത്? ഭൗമിക യെരുശലേമിലെ സിയോൻ മലയല്ല. യെരുശലേം നഗരം കെട്ടപ്പെട്ടത്, പണിയപ്പെട്ടത് 4 മലകളുടെ മുകളിലാണ്. മോറിയ, സിയോൻ, ബെസത്ത, അക്ര, ഈ 4 മലയുടെ മുകളിലാണ് യെരുശലേം നഗരം പണിത്. അങ്ങനെയാ ഭൗമിക യെരുശലേം നഗരം പണിത് ഭൗമിക സിയോൻ അല്ല. വെളിപ്പാട് 14 പറയുന്ന സിയോൻ. പിന്നെയോ എബ്രായർ 12:22 സ്വർഗത്തിലൊരു സിയോൻ മലയുണ്ട്. ആമേൻ, സ്തോത്രം. ആ സ്വർഗത്തിലെ സിയോൻ മലയിൽ നിൽക്കുന്ന കാഴ്ചയാണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്. കുഞ്ഞാടിനോടുകൂടെ ആര് നിൽക്കുന്നു? 144,000 പേര് നിൽക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേർ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് മുദ്രയേൽക്കുന്നു. 14-ാം അധ്യായത്തിൽ മഹാപീഡനകാലത്ത് അവർ രക്തസാക്ഷികളായി മരിച്ച് സിയോനിൽ ചെന്ന് ചേർന്നിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന 144,000 പേര് ആര്? ഒരു കൂട്ടർ പറയുന്നത് പുതിയ നിയമസഭയിൽ നിന്ന് ജയം കൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന വെളിപ്പാട് 12 സൂര്യധാരണിയായ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയാണെന്ന്. അങ്ങനെ തെളിയിക്കുവാൻ ഈ വേദപുസ്തകം സമ്മതിക്കുന്നില്ല. വേദപുസ്തകത്തിലൂടെ ഏതു ഭാഗവും തെളിയിച്ചു തന്നാൽ കണ്ണടച്ച് വിശ്വസിക്കും. ഈ വേദപുസ്തകം വിട്ട് ആരെന്തു പറഞ്ഞാലും നമ്മളെ അതിന് കിട്ടില്ല. കാരണം നമ്മുടെ പ്രമാണം ബൈബിളാണ്. തെറ്റില്ലാത്ത ഈ ബൈബിൾ, ഈ ബൈബിളിൽ നിന്ന് തെളിയിക്കണം. എനിക്ക് പ്രത്യേകം വെളിപ്പെട്ട് കിട്ടിയതെന്ന് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കാം. ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇതിന്ന് തെളിയിക്കണം. ആര് തെളിയിച്ചാലും അത് വിശ്വസിക്കും. നമ്മൾ പിടിച്ച മുയലിന് 2 കൊമ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കില്ല. തെളിയിച്ചു എന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന 144,000 പേര് എടുക്കപ്പെടുന്ന പുതിയ നിയമസഭയല്ല. ആമേൻ. എടുക്കപ്പെടുന്ന പുതിയ നിയമസഭയാണെന്ന് വെളിപ്പാട് 12 സൂര്യധാരണിയായ സ്ത്രീയും ആൺകുട്ടിയും വെച്ച് വ്യാഖ്യാനിച്ചാൽ പുതിയ നിയമസഭയെ കുറഞ്ഞ പക്ഷം 4 തിരിക്കേണ്ടി വരും. 1, എടുക്കപ്പെടുന്ന ആൺകുട്ടി 144,000. 2, മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സ്ത്രീ. 3, സ്ത്രീ ഓടിപ്പോകുമ്പോൾ അന്തിക്രിസ്തുവിന്റെ വാളാൽ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികൾ. 4, രക്തസാക്ഷികളെ മരിക്കാതെ 7 കൊല്ലം കഴിഞ്ഞ് യേശു ഭൂമിയിലേക്ക് വരുന്നവരെ ജീവനോടെ ശേഷിക്കുന്ന യഹൂദന്മാർ, ജീവനോട് ശേഷിക്കുന്നവർ. അപ്പൊ 4 തിരിക്കേണ്ടി വരും. ദൈവത്തിന്റെ ഏകസഭയെ ഇങ്ങനെ ഒന്നിലധികമായി തിരിക്കുവാൻ വേദപുസ്തകത്തിൽ ഒരു തെളിവുമില്ല. വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ സഭയെ ഏകവചനത്തിലല്ലാതെ ബഹുവചനത്തിൽ പ്രയോഗിച്ചിട്ടില്ല. ദൈവത്തിന്റെ സഭ ശരീരമാണ്, ശരീരങ്ങളല്ല. ദൈവത്തിന്റെ സഭ ആട്ടിൻകൂട്ടമാണ്, ആട്ടിൻകൂട്ടങ്ങളല്ല. ദൈവത്തിന്റെ സഭ ആലയമാണ്, ആലയങ്ങളല്ല. ദൈവത്തിന്റെ സഭ കന്യകയാണ്, കന്യകമാരല്ല. ദൈവത്തിന്റെ സഭ മണവാട്ടിയാണ്, മണവാട്ടികളല്ല. ദൈവത്തിന്റെ സഭ നിവാസമാണ്, നിവാസങ്ങളല്ല. ദൈവത്തിന്റെ സഭ കൃഷിയാണ്, കൃഷികളല്ല. ദൈവത്തിന്റെ സഭ മന്ദിരമാണ്, മന്ദിരങ്ങളല്ല. ദൈവത്തിന്റെ സഭ പുതുമനുഷ്യനാണ്, പുതുമനുഷ്യരല്ല. സ്തോത്രം. ദൈവത്തിന്റെ സഭ തോട്ടമാണ്, തോട്ടങ്ങളല്ല. സന്തോഷമുണ്ടോ? സഭ ഏകമാണ്. സഭ ഒന്നല്ലാതെ ഒന്നേകാലില്ല. സ്തോത്രം, സ്തോത്രം. ഈ വെളിപ്പാട് 14 പറയുന്ന 144,000 പേര് എടുക്കപ്പെടുന്ന സഭയല്ല. അങ്ങനെ പഠിപ്പിച്ചാൽ പുതിയ സഭയെ കുറഞ്ഞ പക്ഷം ഞാൻ മുമ്പേ പറഞ്ഞ് 4 പിരിക്കേണ്ടി വരും. അങ്ങനെ ദൈവത്തിന്റെ ഏകസഭയെ പലതാക്കി പിരിക്കാനുള്ള യാതൊരു ഉപദേശവും പുതിയ നിയമത്തിൽ ഇല്ലവേ ഇല്ല.
ഒരു പ്രവചന ഭാഗം തെളിയിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ അതിനെക്കൊണ്ടൊരു ഉപദേശം തെളിയിക്കണമെങ്കിൽ അതിന് മതിയായ ഇണവാക്യം ബൈബിളിൽ ഉണ്ടായിരിക്കണം. അതാണ് യെശയ്യാ 34:16 പറയുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്തിനെ അവയെ കൂട്ടി വരുത്തിയത്. ഉപദേശം സ്ഥാപിക്കാൻ ഇണവാക്യം ബൈബിളിൽ ഉണ്ടായിരിക്കും. ഇണവാക്യം വെച്ച് വേണം ഉപദേശം സ്ഥാപിക്കാൻ. ഒറ്റവാക്യം വെച്ച് ഉപദേശം പറഞ്ഞ ശരിയാകത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രവചന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ അതിന് മതിയായ ഇണവാക്യം ഉണ്ടായിരിക്കണം. 144,000 പേര് ജയം കൊണ്ട് എടുക്കപ്പെടുന്ന പുതിയ നിയമസഭയാണെന്ന് തെളിയിപ്പാൻ മതിയായ ഒരു ഇണവാക്യവും ബൈബിളിൽ ഇല്ല. വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, ആദ്യഫലം എന്നീ കാര്യങ്ങൾക്ക് ഒത്തുവാക്യം കാണിച്ചു തരുമെന്നേ ഉള്ളൂ. പക്ഷേ ഈ എടുക്കപ്പെടുന്ന പുതിയ നിയമസഭ 144,000 പേര് എടുക്കപ്പെടുന്ന സഭയാണെന്ന് തെളിയിപ്പാൻ വേദപുസ്തകത്തിൽ ഇണവാക്യമില്ല, തെളിവില്ല. ആദ്യഫലം, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്നിവയ്ക്ക് ഒത്തുവാക്യം കാണിക്കും. ആദ്യഫലവും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരും 144,000 പേര് മാത്രമല്ല, വേറെയുണ്ട്. ഇതിന് ഒരേ ഒരു ഒത്തുവാക്യമേ ബൈബിളിലുള്ളൂ. 14-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെ കാണുന്ന 144,000 പേരെ വ്യാഖ്യാനിക്കുവാൻ ബൈബിളിൽ ആകെ ഒരൊറ്റ ഒത്തുവാക്യമേ ഉള്ളൂ. അത് 7-ാം അധ്യായം 1 മുതൽ 8 വരെ കാണുന്ന ഒത്തുവാക്യമാണ്. ഇത് രണ്ടും പരസ്പരം ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. അങ്ങനെയല്ല, ഇത് രണ്ടും രണ്ടാണെങ്കിൽ രണ്ടും രണ്ടാണെന്ന് വെളിപ്പാടിൽ കണ്ടേനെ. ഇനി ഇത് രണ്ടും രണ്ടാണെന്ന് എടുത്താൽ 7 കാണുന്നവർക്ക് എന്ത് സംഭവിക്കും? അവർ എവിടേക്ക് പോകും? ഭാവിയിൽ എന്ത് ഉദ്ദേശത്തോടുകൂടെ ദൈവം മുദ്രയിട്ടു? അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി എന്താണ് എന്നീ ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും ലഭിക്കുകയില്ല. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടരെ കുറിച്ചുള്ള വെളിപ്പാടുകളാണെന്ന് എടുക്കുമ്പോൾ ബൈബിളിൽ നിന്ന് നമുക്കൊരു വിഷയം തെളിവായി കിട്ടും. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കൂട്ടരെ കുറിച്ചുള്ളതായ 2 വെളിപ്പാടുകളാണ്. ഏഴാം അധ്യായത്തിൽ കാണിക്കുന്നത് അവർ എവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ? ഇസ്രായേലിൽ നിന്ന്, 12 ഗോത്രത്തിൽ നിന്ന്. 14-ാം അധ്യായത്തിൽ കാണിച്ചു തരുന്നത് ഭാവിയിൽ അവർക്ക് വരുവാൻ പോകുന്ന പദവി എന്താണ്. ഇത് രണ്ടും ഒരു കൂട്ടരാണ്, അവർ ഇസ്രായേലിലുമാണ്. എന്നാൽ പുതിയ നിയമസഭ വേറൊരു കൂട്ടമാണ്. പുതിയ നിയമസഭയും ഈ 144,000 പേരും തമ്മിൽ 14 വ്യത്യാസങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഒരു വിഷയത്തിൽ മാത്രം സാമ്യമുണ്ട്. സാമ്യം ഒരു വിഷയത്തിൽ, വ്യത്യാസം 14 വിഷയത്തിൽ. അപ്പൊ 14 വ്യത്യാസം വെച്ച് പുതിയ നിയമസഭയും 144,000 പേര് രണ്ടാണെന്ന് എടുക്കുന്നതാണോ നല്ലത്? ഒരു സാമ്യം വെച്ച് 144,000 പേര് തന്നെയാണ് സഭയെന്ന് എടുക്കുന്നതാണോ ശരി? അതുകൊണ്ട് നമ്മൾ ഒരു സാമ്യം വെച്ചെടുക്കാതെ 14 വ്യത്യാസം വെച്ച് സഭയും 144,000 പേരും രണ്ടും 2 കൂട്ടരാണെന്ന് എടുക്കുകയാണ്. സ്വത്രം. ഒന്നാമത്തെ വ്യത്യാസം, 144,000 പേര് ഇസ്രായേലിൽ നിന്നുള്ളവരാണ്. പുതിയ നിയമസഭ പ്രധാനമായും ജാതികളിൽ നിന്നുള്ളവരാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 144,000 പേര് 12 ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. എന്നാൽ പുതിയ നിയമസഭ വെളിപ്പാട് 5:9 വായിക്കുന്നത്, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ, നീ അറക്കപ്പെട്ട രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും. അപ്പൊ സകല ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ് പുതിയ നിയമസഭയിലുള്ളത്. അടുത്ത വ്യത്യാസം എന്താണെന്നറിയാവോ? 144,000 പേരുടെ മുദ്ര അവരുടെ നെറ്റിയിലെ എഴുത്താണ്. പക്ഷേ നമ്മുടെ മുദ്ര നെറ്റിയിലെ എഴുത്തല്ല, നമ്മുടെ മുദ്ര പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അവരുടെ മുദ്ര നെറ്റികളിലാണെങ്കിൽ നമ്മുടെ മുദ്ര ഹൃദയത്തിലാണെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവരെ മുദ്രയിട്ടത് ദൂതനാണെങ്കിൽ നമ്മളെ മുദ്രയിട്ടത് ദൈവമാണെന്ന് 2 കൊരിന്ത്യർ 1:21-22 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ മുദ്രയിട്ടിരിക്കുന്ന എന്തിനു വേണ്ടി? ഉദ്ദേശം എന്താ? വെളിപ്പാട് 9:3-4 വാക്യങ്ങളൊന്ന് വായിച്ച് അവരെ മുദ്രയിട്ടതിന്റെ ഉദ്ദേശം എന്താ? പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന്
അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. ആ നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് കൽപ്പനയുണ്ടായി. അപ്പൊ ഇവിടെ മുദ്രയിട്ടത് എന്തിനു വേണ്ടിയാ? പാതാള വെട്ടുക്കിളി ശല്യമുണ്ട് മഹാപീഡന കാലത്ത്, അതിൽ നിന്ന് വിടുതൽ കിട്ടാനാ. പാതാള വെട്ടുക്കിളി മഹാപീഡന കാലത്ത് വരും. അത് മനുഷ്യനെ കുത്തിയാൽ തേള് മനുഷ്യനെ കുത്തുന്ന പോലുള്ള വേദനയാണ്. പെട്ടെന്ന് മരിക്കുകയില്ല. 144,000 പേരെ ഒഴികെ ബാക്കി ഏവരെയും കുത്താൻ സാധ്യതയുണ്ട്. മിസ്രയീമിൽ സംഹാരദൂതൻ വന്നപ്പോൾ രക്തമടയാളമായിട്ടുണ്ടോന്നാ നോക്കിയേ, ഇല്ലാത്ത വീട്ടിലൊക്കെ കയറിയതുപോലെ. ഈ വെട്ടിക്കിളി വന്നാൽ ആദ്യം നോക്കുന്നത് നെറ്റിയ മുദ്രയുണ്ടോന്നാ, ഇല്ലാത്തതുകൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ട് പോകുള്ളൂ. അപ്പൊ അവരെ മുദ്രയിട്ടിരിക്കുന്നതിന് ഉദ്ദേശം പാതാള വെട്ടിക്കിളി ശല്യത്തിൽ വിടുതൽ കിട്ടാനാ. നമ്മെ മുദ്രയിട്ടിരിക്കുന്നതിന് ഉദ്ദേശം പാതാള വെട്ടിക്കിളി ശല്യത്തിൽ വിടുതൽ കിട്ടാനല്ല. അന്ന് നമ്മൾ ഭൂമിയിലില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എഫേസ്യർ 4:30, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, വീണ്ടെടുപ്പ് നാളിലേക്കായി നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുദ്രയുടെ ഉദ്ദേശം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. യേശു വരുമ്പോൾ നമ്മൾ തേജസ്കരണം പ്രാപിക്കുന്നതിന് ഉറപ്പാണ് നമ്മുടെ മുദ്ര. മാത്രമല്ല അവരുടെ സ്ഥാനം സിയോൻ മലയിലാണ്. നമ്മുടെ സ്ഥാനം സിയോൻ മലയിലല്ല. യേശു പറഞ്ഞത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. നമ്മുടെ സ്ഥാനം കർത്താവ് ഇരിക്കുന്നിടത്താ. അവര് സിയോൻ മലയിൽ ദാസന്മാർ എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. വെളിപ്പാട് 11:14 വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. അവര് ദാസന്മാർ എന്നുള്ള നിലയിൽ സിയോൻ മലയിൽ നിൽക്കുമ്പോൾ നാം രാജ്ഞി എന്നുള്ള നിലയിൽ അവനോടുകൂടെ ഇരിക്കും. ഇനി അവരെ സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ട് കേട്ട് പഠിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിൽ പോകുന്ന പഠിക്കാനല്ല, പഠിച്ചു തീർന്നവരെ അങ്ങോട്ട് കൊണ്ടുപോകണം. പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകുന്ന കർത്താവ് വന്നാൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചു. സ്വർഗത്തിൽ ചെന്ന് ആരും ഒന്നും പഠിക്കണില്ല. അവിടെ ബൈബിൾ ക്ലാസ് ഇല്ല. അവിടെ പാട്ട് പാടി ആരെയും പഠിപ്പിക്കാനും പോണില്ല. പാട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വെച്ച് പഠിച്ച് പാടിക്കോളും. അങ്ങനെ പഠിച്ച് പാടിയ കറണ്ട് പോയാലും പാട്ട് നിന്ന് പോകില്ല. ചില പാട്ടുകളൊക്കെ മനപ്പാടാക്കിക്കോളും. അപ്പൊ കറണ്ട് പോയാലും പാടാം, അല്ലെങ്കിൽ കറണ്ട് പോയാൽ പാട്ടും പോകും. ഇവര് അവിടെ പാടുന്ന പാട്ട് കേട്ട് പഠിക്കുമ്പോൾ നമ്മളാണ് സ്വർഗത്തിൽ പാടുന്നത്. ഉത്തമഗീതം 8:13 വായിച്ച് സ്വർഗത്തിൽ പാടുന്നത് ആരാ? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്നത് പാട്ട് കേട്ട് പഠിക്കാനല്ല, പാടാൻ പോവുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞെ നിനക്കൊരു കല്ലേലിയെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തോ പറയാനാ? ഉത്തമഗീതം 8:13 ആരാ പാടുന്നേ? ഉദ്യാന നിവാസിനിയെ സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഈ 144,000 പേരെ സഖിമാർ. നമ്മൾ ഉദ്യാന നിവാസിനി മതി. സഖിമാരായതുകൊണ്ടാ കന്യകമാർ എന്ന് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാടും, അവർ കേട്ട് പഠിക്കും. വ്യത്യാസമുണ്ടോ? സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. അവര് സ്വർഗത്തിൽ കേൾക്കുന്ന പാട്ട് കേട്ട് പഠിക്കുക. സ്വർഗത്തിൽ പാടുന്ന പാട്ട് കേട്ട് പഠിക്കുകയാണ്. അവർ സിയോൻ മലയിൽ നിന്ന് കേട്ട് പഠിക്കുമ്പോൾ നമ്മൾ സിംഹാസന സ്ഥാനത്ത് പാടും. മണവാട്ടി സഭ പാടുന്ന പാട്ട് അവര് ഏറ്റുപാടി പഠിക്കുകയാണ്. സഭ അവിടെ ഇത് പാടിക്കൊടുക്കുകയാണ്. ഇനി അവരാരാന്നറിയാവോ? അവര് തോഴ്മക്കാർ. 45 സങ്കീർത്തനം എടുത്ത പാസ്റ്ററെ അതിന്റെ 14 വാക്യം ഒന്ന് വെച്ച് അവരാരാ? 144,000 പേരാരാ? സങ്കീർത്തനം 45:14 അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് 45:14 വായിച്ചു. അത് തന്നെ
അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച്, അത് സഭയാണ്. ചിത്രത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന സഭയാണ്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. അപ്പൊ ഇവരാരാ? തോഴിമാര്. ആ തോഴിമാർ തന്നെ കന്യകമാര്. ആ കന്യകമാരാണ് വെളിപ്പാട് 14 കാണുന്ന കന്യകമാർ. അവര് തോഴിമാരാണെങ്കിൽ നമ്മൾ ആരാന്നറിയാവോ? 45 സങ്കീർത്തനം 9 വാക്യം. നമ്മൾ ആരാണ്? നീ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. നമ്മൾ ആരാന്നറിയോ? രാജ്ഞി. അവര് തോഴ്മക്കാര്, തോഴിമാര്, നമ്മളെ രാജ്ഞി. ഇനി അടുത്തത് അവര് കന്യകമാര്. വെളിപ്പാട് 14 പറയുന്നു അവർ കന്യകമാർ. നമ്മൾ ആരാന്നറിയാവോ? കന്യകമാരല്ല. 2 കൊരിന്ത്യർ 11:2 പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന് എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിഭാഗം നിശ്ചയം ചെയ്തിരിക്കുന്നു. സഭ കന്യകമാരല്ല, കന്യകയാണ്. വ്യത്യാസം കണ്ടോ? ഇനി അവരെ കുറിച്ച് വെളിപ്പാട് 14 പറഞ്ഞിരിക്കുന്ന ആദ്യ ഫലം. നമ്മൾ ആദ്യ ഫലമല്ല. പുതിയ നിയമസഭ ആദ്യ ഫലമല്ല. യാക്കോബ് 1:18 വായിച്ച്. പുതിയ നിയമസഭയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ ഫലം എന്നല്ല. യാക്കോബ് 1:18. നാം അവന്റെ സൃഷ്ടികൾ ഒരുവിധം സൃഷ്ടികളിൽ ഉറക്ക വായിച്ച ഭാഷ, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടത്. ഒരു വിധം ആദ്യഫലം. അവരാദ്യഫലമാണെങ്കിൽ നമ്മൾ ഒരു വിധം ആദ്യഫലം. ഇത്രയും വ്യത്യാസങ്ങൾ നമ്മളും അവരും തമ്മിലുണ്ട്. അതുകൊണ്ട് പുതിയ നിയമസഭയല്ല 144,000 പേർ. മാത്രമല്ല പുതിയ നിയമസഭയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കാന്ത, കന്യക, ക്രിസ്തുവിന്റെ ശരീരമൊക്കെ ആയിട്ടാണ്. അല്ലാതെ പുതിയ നിയമസഭയെ ആൺകുട്ടിയായിട്ടൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. സ്തോത്രം. നാമും അവരും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ആ സാമ്യം എന്തെന്നറിയാവോ? 14:4 അവരെ കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? അവര് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരാരാണ്? വായിച്ച് 14:4 വാക്യം പെട്ടെന്ന് വായിക്കുക. അവരാരാണ്? അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാന്യപ്പെടാത്തവർ, കുഞ്ഞാട് അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കൊടുത്തു വാങ്ങുക. അപ്പൊ ഇവരെ വില കൊടുത്തു വാങ്ങിയതാണ്, നമ്മളെയും വില കൊടുത്തു വാങ്ങിയതാണ്. 1 കൊരിന്ത്യർ 6:19 വായിച്ച്. നമ്മെ വില കൊടുത്താണോ വാങ്ങിയത്? 1 കൊരിന്ത്യർ 6:19 അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ. അപ്പൊ പുതിയ നിയമസഭയെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇവരെയും വിലയ്ക്ക് വാങ്ങിയതാണ്. അങ്ങനെ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എന്നുള്ള വിഷയത്തിൽ മാത്രമേ സാമ്യമുള്ളൂ. വ്യത്യാസം 14 പ്രൈസ് ദി ലോർഡ്. അവരെ കുറിച്ച് 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണെന്നറിയാവോ? അവർ ദാസന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ. എന്താ അവരെ കുറിച്ച് ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറയാൻ കാരണം? ഏലിയാവും മോശയും ഇവിടെ ദൈവരാജ്യത്തിന് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ട് അവരും ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കും. അതുകൊണ്ട് ദാസന്മാർ എന്ന് പറയാൻ കാരണം. അങ്ങനെ അവരും പ്രസംഗിക്കുന്നതിന്റെ ഫലമായി എന്ത് സംഭവിക്കുമെന്നറിയാമോ? ജാതികളിൽ നിന്ന് എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം മഹാപീഠന കാലത്ത് രക്ഷിക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മഹാപീഠന കാലത്തെ ജാതികളിൽ നിന്നുള്ള രക്ഷിതഗണത്തെ നമുക്ക് കാണാം. അവിടെ പറയുന്നത് പുതിയ നിയമസഭയല്ല, മഹാപീഠനകാല സംഭവങ്ങളാണ് 7-ാം അധ്യായത്തിലെ വിഷയം. പീഡനകാലത്തെ ജാതികളിൽ നിന്ന് ആളുകൾ രക്ഷിക്കപ്പെടുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ അത് വായിച്ചു കേൾപ്പിക്കും. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി
ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് പദപ്രയോഗം ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ. പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ എവിടെ നിന്ന് വന്നോ എന്ന് ചോദിച്ചു. ഇവിടെ എവിടെ നിന്ന് വന്നവരാന്ന് യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കാലത്തുള്ളവൻ രക്ഷിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ്. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പ് ഇരുന്ന് അവന്റെ ആലയത്തിൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യമുള്ള ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവത്താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഏലിയാവും മോശയും പ്രസംഗിക്കുന്നതിലൂടെ 144,000 പേര് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവരും പ്രസംഗിക്കുന്നതിലൂടെ പ്രൈസ് ദി ലോർഡ് ജാതികളിൽ നിന്ന് എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരൻ രക്ഷിക്കപ്പെടും. ഇവിടെ പറയുന്ന ജാതികള് പുതിയ നിയമസഭയല്ല. കാരണം പുതിയ നിയമസഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജാതികളുടെ പൂർണ്ണ സംഖ്യ എന്നാണ്, കൃത്യം എണ്ണമുണ്ട്. പക്ഷെ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആർക്കും എണ്ണിക്കൂടാത്ത പുരുഷാരെന്ന. ഈ കാരണത്താൽ അത് സഭയല്ല. 2, അവർ എവിടെ നിന്ന് വന്നവരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണെന്നാ. നമ്മള് മഹാപീഡനം കടക്കാതെ സ്വർഗത്തിലെത്തുന്നേ. ഇവര് മഹാപീഡനകാൽ രക്ഷിതഗണമായതുകൊണ്ടാണ് മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്ന് പറയുന്നത്. വിശക്കയില്ലെന്ന് പറയാൻ കാരണം മഹാപീഡനകാലത്ത് ക്ഷാമം അനുഭവിച്ചവരാണ്. ദാഹിക്കയില്ലെന്ന് പറയാൻ കാരണം മഹാപീഡനകാലത്ത് നല്ല വെള്ളം കുടിക്കാൻ ശരിക്കും കിട്ടില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ലെന്ന് പറയാൻ കാരണം മഹാപീഡനകാലത്ത് അത്യുഷ്ണമുണ്ടാകും. മനുഷ്യൻ വെന്തുപോകത്തക്കവണ്ണമുള്ള ചൂടുണ്ടാകുമെന്നാണ് വെളിപ്പാട് 16 പ്രവചിച്ചിരിക്കുന്നത്. ഇതൊക്കെ അനുഭവിച്ചവരാണ് ഇവര്. പ്രൈസ് ദി ലോർഡ്. ഇവര് രക്തസാക്ഷികളായി മരിച്ച സ്വർഗത്തിലെത്തുകയാണ്. ശ്രദ്ധിക്കുക, പഴയ നിയമകാലത്ത് യഹൂദനും ജാതിയും ഉണ്ടായിരുന്നു. യഹൂദനായിരുന്നു ദൈവത്തിന്റെ ജനം. അവർ മശിഹായെ തള്ളിയതിനാൽ ജാതിക്ക് രക്ഷ വന്നു. അങ്ങനെ കൃപായുഗത്തിൽ ജാതിയും യഹൂദനും ക്രിസ്തുവിൽ വിശ്വസിച്ചതാണ് പുതിയ നിയമസഭ. ആ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടാൽ പിന്നെ ഇവിടെ കൈവിടപ്പെടുന്നവര് യഹൂദനും ജാതിയാണ്. കൈവിടപ്പെടുന്ന എല്ലാ ക്രിസ്ത്യാനികളും ജാതിയാ, യഹൂദനല്ലാത്തതൊക്കെ. ഈ ഭൂമിയിൽ ഉള്ള മഹാപീഡനകാലത്ത് യഹൂദനും ജാതിക്ക് രക്ഷയുണ്ടെന്ന്. ജാതികളിൽ ആർക്കാ രക്ഷ എന്നറിയാവോ? ഈ കൃപായുഗത്തിൽ സുവിശേഷം കേൾക്കാത്തവർക്ക്, പിന്നെ നന്മ തിന്മ തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങൾക്ക്. ഇന്ന് സുവിശേഷം പറഞ്ഞാലും വിശ്വസിക്കാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ പ്രൈസ് ദി ലോർഡ് മരിക്കുന്നില്ലെങ്കിൽ അവർ മഹാപീഡനത്തിലേക്ക് കിടക്കുകയാണ്. അവർക്ക് അന്നത്തെ സുവിശേഷം കേട്ട് ദൈവം അവരെ നിത്യജീവനായി നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാം. അന്നത്തെ വചനമനുസരിച്ചാൽ മതി. കൃപായുഗത്തിൽ സുവിശേഷം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്തവരും, കൃപായുഗത്തിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടിട്ട് തിരുവചനപ്രകാരം ജീവിക്കാതെ കൊള്ളരുതായ്മ ചെയ്ത് ജീവിച്ച് കർത്താവിനവരെ നിങ്ങൾ കൈവിടപ്പെട്ടു പോയവർക്കും മഹാപീഡനകാലത്തിൽ രക്ഷയില്ലെന്നാണ് ബൈബിളിലെ വാക്യം. അതുകൊണ്ട് കർത്താവിനവ പോയില്ലെങ്കിൽ പിന്നെ പീഡനകാലത്ത് പോകാലോ എന്ന് വിചാരിച്ചാലും ഇരിക്കണ്ട. പീഡനകാലത്തില്ല. എന്നാൽ ഇന്ന് സത്യസുവിശേഷം കേൾക്കാത്ത അനേകരുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കൃപായുഗത്തിൽ സുവിശേഷം കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്ന മഹാഭാഗ്യമാണ്. അത് ഗ്രഹിക്കാനും വിശ്വസിക്കുവാനും ദൈവമക്കളാകുവാനും ഇടയായത് ആ ഭാഗ്യം അവർണ്ണനീയമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം നാം ജീവിച്ചാൽ മരിച്ച സ്വർഗത്തിൽ പോകാൻ കർത്താവ് വന്നാൽ പോകാം, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിൽ പോകത്തില്ല. കർത്താവ് വന്നാൽ പോകത്തില്ല. അവന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. കർത്താവ് വന്നിട്ട് പോകാത്തവല്ല. പെന്തക്കോസുകാരുണ്ടെങ്കിൽ
പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു നാട്ടുകാർ ഓടിച്ചിട്ട് അവനെ ഇടിക്കും. റോഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കും, നീ പോയില്ലേന്ന് ചോദിക്കും. എവിടെ പോയില്ലെന്ന്? സ്വർഗത്തിൽ പോയില്ലേ? കർത്താവ് വന്ന ആളുകൾ പോയെന്ന് കേട്ടല്ലോ, നീ പോയില്ലേ, ഇങ്ങ് വാ എന്ന് പറഞ്ഞൊരു പിടുത്തവും ഒരു ഊശും ഉണ്ട്. ഇരിക്കണേ ഉള്ളൂ. കറക്ക് കമ്പനിക്കാരെയൊക്കെ പിടിക്കുന്ന ദിവസം വരുന്നുണ്ട്. സഭായം മുടക്കി കല്യാണത്തിന് പോവുക, സഭായം 10 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിച്ച 11:30 കയറി വരിക, 1 മണിക്ക് സഭായം നിർത്തണമെന്ന് ഒരിക്കൽ 12:30 ഇറങ്ങി പോവുക. ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാരെ പോലെ ചില വിശ്വാസികൾ. കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ് പുറപ്പെട്ട കണ്ടക്ടറും ഡ്രൈവറും കോയമ്പത്തൂർ മുതൽ തിരുവനന്തപുരം വരെ ബസ്സിൽ കാണും. യാത്രക്കാർ കാണുമോ? എത്ര പേര് കാണും? കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കയറിയവർ മാത്രം കാണും. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്ക് കയറി കാശ് കൊടുത്ത് ഇറങ്ങിപ്പോവും. ഇതുപോലെ ചില വിശ്വാസികൾ അവർ കാശ് തരും, പാസ്റ്റർക്ക് കാശും തരും, സ്വോത്ര കാശും തരും, ഇടയ്ക്ക് ഇറങ്ങിപ്പോവും. നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലെ യാത്രക്കാരെ പോലെ ആകരുത്. ആ യാത്രക്കാർക്ക് ബസ്സിനെ കുറിച്ചൊരു ഉത്തരവാദിത്വം ഇല്ല. കയറി വരിക, സീറ്റ് തുടച്ചിരിക്കുക, ഇറങ്ങിപ്പോവുക. ആ ബസ്സിന് കേട് സംഭവിക്കാതെ തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടത് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ചുമതലയാണ്. ഇതുപോലെ ചില വിശ്വാസികൾക്ക് സഭയെ കുറിച്ചൊരു ഉത്തരവാദിത്വം ഇല്ല. വൈറ്റ് വാഷ് ഇട്ടോട്ട് ചെയ്യുക. എനിക്ക് തന്നെ എന്റെ വീട് അടിച്ചിട്ടുണ്ട് വൈറ്റ് വാഷ്. പണക്കായില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടായി നമ്മൾ കാണണം. അതേ ഒരു കുടുംബമാണ് ദൈവത്തിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. മഹാപീഡന കാലത്ത് യഹൂദനും ജാതിയും രക്ഷിക്കപ്പെടും. അതിന്റെ വർണ്ണനയാണ് വെളിപ്പാട് 7 ആദ്യ ഭാഗം യഹൂദന്മാരുടെ രക്ഷ, 7 ഒടുവിലത്തെ ഭാഗം ജാതികളുടെ രക്ഷ. പ്രൈസ് ദി ലോർഡ്. അവർ രക്തസാക്ഷികളായി മരിക്കുകയാണ് മഹാപീഡന കാലത്ത്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ 7 കൊല്ലം കഴിഞ്ഞ് യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഈ പീഡനകാല രക്ഷിതഗണങ്ങൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഇന്നലെ നമ്മൾ വെളിപ്പാട് 20:4 മുതൽ വായിച്ചല്ലോ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധി അധികാരം കൊടുത്തു. അത് മധ്യാകാശത്ത് വന്ന് എടുക്കപ്പെട്ടവരാണ്. തുടർന്ന് വായിക്കുന്നുണ്ടല്ലോ, ദൈവവചനവും യേശുവിന്റെ നാമനിമിത്തം തലഛേദിക്കപ്പെട്ടവരും. അതാരാ? ഇവരാ. മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിന് മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിന് ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടി 1000 ആണ്ട് വാഴും. എന്നാൽ ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്തട്ടെ. ഏലിയാവിന്റെയും മോശയുടെയും പ്രവചന കാലയളവ് ആദ്യത്തെ 3.5 വർഷമാണെന്ന് വ്യക്തമാണ്. വെളിപ്പാട് 11 പറയുന്നു, അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ അട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷത്തിന്റെ നിലവിളക്കുമാകുന്നു. ഈ ഭാഗം തെളിഞ്ഞു കിട്ടാൻ സെക്കരിയാവ് 4-ാം അധ്യായം വായിക്കണം. 4-ാം അധ്യായത്തില് മഹാപുരോഹിതനായ യോശുവയും സെരുബാബേലും ദൈവത്തിന്റെ 2 അഭിഷിക്തന്മാരാണെന്ന് കാണിക്കാൻ അവിടെ ഒലിവൃക്ഷങ്ങളാണ് വെളിപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇവരെ അങ്ങനെ പറയാൻ കാരണം ഇവർ 2 പേരും അഭിഷിക്തന്മാരാണെന്ന് കാണിക്കുകയാണ്. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവർ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ കൊണ്ട് ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെ സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. 7-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ സാക്ഷികളുടെ പ്രവചനകാലം അവസാനിക്കുകയാണ്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, വെളിപ്പാട് 13 കാണുന്ന ആന്റി ക്രൈസ്റ്റ്, ആഴത്തിൽ കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. അവരെ സാക്ഷ്യം തികച്ച ശേഷമേ അവരെ കൊല്ലാൻ ആന്റി ക്രൈസ്റ്റിന് കഴിയുന്നുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ സാക്ഷ്യം തികയാതെ ആര് നോക്കിയാലും നമ്മെ കൊല്ലാൻ കഴിയത്തില്ല. സാക്ഷ്യം തികഞ്ഞാൽ പിന്നെ ഇവിടെ വട്ടം കറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് സ്വർഗത്തിൽ പോകാൻ നല്ലത്. ജീവിതം പൂർണ്ണമാകുന്നത് ദീർഘായുസ് കൊണ്ടല്ല. ചിലർ വിചാരിക്കുന്നത് ദീർഘായുസോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്ന്. അല്ല. ഹേരോദാവിനെ പോലെയും ഹേരോദിയെ പോലെയും ഏറെ നാളുകൾ ഭൂമി ജീവിക്കണേക്കാൾ നല്ലത് സ്നാപക യോഹന്നാനെ പോലെ മരിക്കണതാ. ആണോ? സ്നാപക യോഹന്നാന്റെ ജീവിതം പൂർണ്ണമായിരുന്നു.
ആയുസ് കുറച്ചേ കിട്ടിയുള്ളൂ. സ്തേഫാനോസിന്റെ ജീവിതം പൂർണ്ണമായിരുന്നു, ആയുസ് കുറച്ചേ കിട്ടിയുള്ളൂ. നമ്മുടെ കർത്താവ് 33 തിരുവയസ്സിൽ മരിച്ചു, മനുഷ്യായുസ് കുറച്ചേ കിട്ടിയുള്ളൂ. യേശുവിന്റെ ജീവിതം പോലെ പൂർണ്ണമായത് ആരുടെ ജീവിത? നിവൃത്തിയായി എന്നും പറഞ്ഞല്ലേ മരിച്ചു. പൗലോസോ 62 വയസ്സിൽ മരിച്ചു. നല്ലവർ പൊരുതെന്നും പറഞ്ഞ മരിച്ചു. പൊരുതാനിരുന്നു, കഴിഞ്ഞില്ല, നീ ബാക്കി പൊരുതിക്കോളാനല്ല തീമോഥെയോസിനോട് പറഞ്ഞ്, എന്നെ ഏൽപ്പിച്ചതല്ല, ഞാൻ പൊരുതി. അയൽവക്കക്കാരനോട് വെട്ടുകത്തിയെടുത്ത് പൊരുതിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. നല്ലവർ പൊരുതു. സ്തോത്രം, സ്തോത്രം. ജീവിതം പൂർണ്ണമാകുന്നത് മുതുക്കനും മുതുക്കിയായിട്ടിരിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ പൂർണ്ണമാകില്ല എന്നല്ല പറയണ, പൂർണ്ണമാകും. എന്നാൽ ജീവിതം പൂർണ്ണമാകുന്നത് ഹ്രസ്വായുസ് കൊണ്ടോ ദീർഘായുസ് കൊണ്ടോ അല്ല. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ തീർന്നാൽ ജീവിതം പൂർണ്ണമായി. അത് ഹ്രസ്വായുസായാലും കുഴപ്പമില്ല, ദീർഘായുസായാലും കുഴപ്പമില്ല. 115 വയസ്സ് വരെ ജീവിച്ചിരുന്ന് രക്ഷിക്കപ്പെടാതെ മരിച്ച എന്താ കാര്യമുള്ളൂ? സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദീർഘായുസ് നല്ലതാ. പക്ഷേ ദീർഘായുസോടെ ഇവിടെ ഇരിക്കുന്നതിനാൽ കർത്താവിന് ഫലമുണ്ടാകണം. കർത്താവിന് ഫലമില്ലെങ്കിൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ആമേൻ. ഞാനിവിടെ താമസിക്കുന്നതിനാൽ, ഈ ലോകത്ത് ജീവിക്കുന്നതിനാൽ സുവിശേഷം മറ്റുള്ളവർ കേൾക്കുമെങ്കിൽ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുമെങ്കിൽ താമസിക്കുന്നത് നല്ലതാണ്. ശുശ്രൂഷ കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. സ്തോത്രം, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അത് ദൈവകൃപയുടെ സുവിശേഷം. സ്തോത്രം. ഈ സാക്ഷികളുടെ പ്രവചന കാലയളവ് അവസാനിച്ചു. സാക്ഷ്യം വഹിക്കൽ തീർന്നു. ഉടനെ അന്തിക്രിസ്തുവിന്റെ വാളാൽ ഇവർ കൊല്ലപ്പെടുകയാണ്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. യെരൂശലേം നഗരത്തെക്കുറിച്ച് സോദോമിനോടും മിസ്രയീമിനോടും ബന്ധപ്പെടുത്തി പറയാൻ കാരണം എന്താണെന്നറിയാവോ? ആ സാക്ഷികളുടെ ശവം കിടക്കുന്നത് യെരൂശലേം തെരുവീതിയിലാണ്. പക്ഷേ ആത്മീകമായി എന്ന് പറയണേ, ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ, അക്ഷരാർത്ഥത്തിൽ അത് സോദോമല്ല, യെരൂശലേമാണ്. അക്ഷരാർത്ഥത്തിൽ മിസ്രയീമല്ല, യെരൂശലേമാണ്. പക്ഷെ ആത്മീകമായി പറഞ്ഞാൽ അത് സോദോമാണ്, മിസ്രയീമാണ്. എന്ന് വെച്ചാൽ മഹാപീഡനകാലത്തിന്റെ ആദ്യത്തെ പകുതി തീരുമ്പോഴത്തേക്കും അന്നത്തെ യെരൂശലേം സോദോമിന്റെ പാപം പോലെയും മിസ്രയീമിന്റെ പരിഷ്കാരം പോലെയായി തീരും. ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ തെരുവീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് 1800 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചു. യെരൂശലേം തെരുവീതിയിൽ മരിച്ചു കിടക്കുന്ന 2 ശവങ്ങളെ ലോകത്തിലുള്ള എല്ലാവരും കാണുമെന്ന്. ടെലിവിഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദൈവമക്കളല്ലാതെ ആരും അത് വിശ്വസിക്കത്തില്ല. നാട്ടുകാരോട് പറഞ്ഞാൽ എന്റെ വീട്ടിന്റെ ഈ മുറിയിൽ നിന്ന് അങ്ങേ മുറിയിൽ നിൽക്കുന്നവരെ കാണാൻ എനിക്ക് കഴിയത്തില്ല, എന്നിട്ട് വീട്ടിൽ കിടക്കുന്ന 2 ശവങ്ങൾ കാണുന്നു, ഓട്ടാ എന്റെ വീട്ടിൽ ഇപ്പൊ കിട്ടുന്നുണ്ട്, ഓടിക്കും സൂര്യയുടെ വേലക്കാര്. പക്ഷെ ഇന്ന് ആരും തലയാട്ടി സമ്മതിക്കും, നിങ്ങൾ പറയുന്നത് ശരിയാ. കാരണം എനിക്കിപ്പോ എന്റെ വീട്ടിൽ നിന്നോട്ട് അമേരിക്കയിൽ ഇരിക്കുന്നൊക്കെ കാണാം. അതിന്റെ ഇപ്പുറത്താണല്ലോ യെരൂശലേം, പത്രം വഴിയില്ല, കാണാം. നിങ്ങൾ പറയുന്നത് ശരിയാ. ബൈബിൾ ഒരിക്കലും തെറ്റത്തില്ല കേട്ടോ. ശാസ്ത്രം ബൈബിളിന്റെ പിന്നിൽ നിന്നോളണം, ബൈബിൾ മുമ്പിലാ. ശാസ്ത്രം പറയുന്നതനുസരിച്ചല്ല ബൈബിൾ പറയുന്നത് ശരിയാണെന്ന് ശാസ്ത്രം സമ്മതിച്ചുകൊണ്ടിരിക്കുക. ഇനി സമ്മതിക്കാത്തതും ഇനിയും സമ്മതിക്കും. അതാ ബൈബിളിന്റെ പ്രത്യേകത. ഇതുപോലൊരു ഗ്രന്ഥം ലോകത്തിൽ വേറെ ഉണ്ടോ? ഇത് വ്യാഖ്യാനിക്കാൻ വേറൊരു ഗ്രന്ഥം വേണ്ടല്ലോ, ഇത് മാത്രം മതിയല്ലോ. ഞാൻ ഈ ടേബിളിൽ ഈ ബൈബിൾ മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഇതിനകത്തൊരു ഭാഗം വായിച്ചു അതിന്റെ ബാക്കി കാണാനില്ല, വേറെ പുസ്തകം എടുത്തുകൊണ്ടോ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഇതിനകത്തെല്ലാം ഉണ്ട്. നമ്മുടെ ജീവനഭക്തിക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. ഇത് കയ്യിൽ വെച്ച് ഇതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടും.
സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ചാരന്നിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഇവർ മരിച്ചതിനാൽ ചിലര് കേക്ക് മുറിക്കും. അവന്റെ ഒടുക്കത്തെ മുറിയായിരിക്കും അത്. ആമേൻ. ഓ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ മരണം കണ്ട് സന്തോഷിക്കുന്ന ലോകമേ, നിന്റെ മേൽ ദൈവത്തിന്റെ ഇടുത്തി വരാൻ പോവുകയാണ്. എത്ര ദൈവദാസന്മാരെയായി ലോകം കൊന്നേ, എത്ര ദൈവമക്കളെ ചുട്ടരിച്ചേ. ഓ, ഒരു ദൈവ പൈതലിനെ നമ്മുടെ വീട്ടിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യാട്ടോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ നമുക്ക് അവസരം കിട്ടിയ മഹാഭാഗ്യാണത്. കാരണം കർത്താവ് പറഞ്ഞത്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം കിട്ടും. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടുമെന്ന്. പ്രവാചകന് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം കൈക്കൊണ്ട നിനക്കും കിട്ടുമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യുദ്ധത്തിന് പോയവർക്കും സാമാനങ്ങളുടെ അടുക്കൽ ഇരുന്നവർക്കും ദാവീദ് രാജാവ് കൊള്ള ഒരുപോലെ വിഭജിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും സ്വർഗ്ഗത്തിൽ പ്രതിഫലം ഒരുപോലെ. സ്തോത്രം. ആരുടെ ശവം കല്ലറിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യ സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവിരെന്ന് സ്വർഗത്തിൽ ശബ്ദമുണ്ടായി. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. മരിക്കാത്തവര് എന്റെ ഭാഷയിൽ സ്തോത്രം എന്ന് പറഞ്ഞു, പേടിച്ചിട്ട്. ചില സ്തോത്രം പറയണമെങ്കിൽ പേടിക്കണം. ബസ്സിൽ കയറിയ സ്തോത്രം പറയില്ല, സടം പറയിക്കുമ്പോ സ്തോത്രം. അപ്പോഴാ മനസ്സിലായ പിന്നിലൊരു വിശ്വാസം ഇരിക്കുന്നുണ്ട്. ചില സ്തോത്രം പറയുന്നത് ഇടിവെട്ടുമ്പോ സ്തോത്രം. അന്നത്തെ നാട്ടുകാരെ ഭയപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 3.5 ദിവസം കഴിയുമ്പോൾ ഇവർ ഉയർത്തെഴുന്നേറ്റ് മഹാപീഡനകാല മധ്യത്തിൽ 2 കാലാ ദൈവം പെറുക്കുക. മധ്യാകാശത്തിൽ വന്നപ്പോൾ സഭ കൊയ്തുകൊണ്ട് പോയെങ്കിൽ, ആമേൻ, മഹാപീഡനകാലം കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് കാലാ പെറുക്കുന്നതെന്ന് വരികിൽ പുനരുദ്ധാനത്തുള്ള ബന്ധത്തിൽ 2 കതിര് പെറുക്കിയെടുക്കുക. ഈ മഹാപീഡനകാല മധ്യത്തിൽ മോശയും ഏലിയാവും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശ. ഈ മഹാദിവസം വരുന്നതിന് മുന്നമേ നമ്മൾ ഇവിടെ നിന്ന് കരേറിപ്പോകാൻ സമയമായി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി സുവിശേഷം 24:21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമെന്നുണ്ടാകും. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തത് ഇനി സംഭവിക്കാൻ പോകുന്ന കഷ്ടകാലമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 7 വർഷം ഉണ്ടാകുന്നത് പോലെ ഒരു കഷ്ടകാലം ലോകത്തിൽ അതിന് മുമ്പ് ഉണ്ടാകില്ല, അതിന് ശേഷം ഉണ്ടാകത്തില്ല. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായി. ശവം വരെ എടുത്തുകൊണ്ട് പോയി അതിനോട് അത് മിസ്യൂസ് ചെയ്തതായിട്ട് വാർത്ത പുറത്തു വന്നു. കല്ലറ ഇളക്കി ശവം വരെ കൊണ്ടുപോയി. അതാ ലോകം. അതൊക്കെ ലോകത്തിൽ നടന്നതാ. അതിനൊക്കെ അവര് നടക്കുന്നു. കോയമ്പത്തൂർ വിപ്ലവം ഉണ്ടായപ്പോൾ വിപ്ലവകാരികൾ എന്ത് ചെയ്തെന്നറിയാമോ? ആശുപത്രിയിൽ കയറി രോഗികളെ വെട്ടി. ഹോസ്പിറ്റൽ എന്തിനാ? ആശ്വാസമില്ലാത്തവർക്ക് ആശ്വാസം നൽകാൻ സ്ഥാപിച്ചിരിക്കുന്ന ഹോസ്പിറ്റൽ. ആശ്വാസമില്ലാതെ ആശ്വാസത്തിന് വേണ്ടി ദാഹിച്ച് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ച രോഗികളെ വിപ്ലവകാരികൾ അതിന്റെ ഉള്ളിൽ കയറി വെട്ടിയപ്പോൾ ഇതൊക്കെ ലോകത്തിൽ നടന്നതാ. ഡോക്ടർമാരും നഴ്സുമാരും പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിപ്പോയി. അതുവരെ സീരിയസ് ആയി കിടന്ന രോഗികൾക്കിടെ സീരിയസ് ഒക്കെ അപ്പൊ പോയി അവരിറങ്ങി ഓടി. അത്രേ ഉള്ളൂ സീരിയസ്. പലരും വയ്യാന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യാൻ ആളുള്ളത് കൊണ്ട്. ആരും ശുശ്രൂഷിക്കാനില്ലെങ്കിൽ തന്നെ എഴുന്നേറ്റ് കാപ്പി അനത്തി കുടിക്കും. വയ്യ ആളുള്ളത് കൊണ്ടാ വയ്യാത്ത.
ആളില്ലെങ്കിൽ തന്നെ കഞ്ഞി വെക്കും. അതുവരെ സീരിയസ് ആയി കട്ടിലേ കിടന്നവരെ അവരെ അടുത്തുള്ളവരെ വിപ്ലവകാരികൾ വെട്ടണം കണ്ടപ്പോ വല്ല സീരിയസ് കൊണ്ടോ ബോധമുള്ളവർക്ക് ഇറങ്ങി ഓടിയെന്ന്. ഇത്ര ഉള്ളു സീരിയസ്. സ്തോത്രം. ഇതൊക്കെ ലോകത്തിൽ ഉണ്ടായതാണ്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായെന്നറിയാവോ? മനുഷ്യനെ ജീവനോടെ നിർത്തി തൊലി ഉരിച്ച് ഉപ്പ് തേച്ച് കൊന്നിട്ടുണ്ട് ഈ ലോകം. അവയവങ്ങൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. വയറ് നിറച്ച് വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയിട്ട് ബൂട്ടിട്ട കാലോട് വയറ് ചവിട്ടി പൊട്ടിച്ച് കൊന്നിട്ടുണ്ട്. ഇരുമ്പ് തകിടിനകത്ത് വറുത്ത് കൊന്നിട്ടുണ്ട്. കാറ്റമൃഗം ഇട്ടുകൊടുത്തിട്ട് മെഴുകുതിരിയില ചുറ്റി പന്തം കണക്കെ കത്തിച്ചു കൊന്നിട്ടുണ്ട്. മരമറക്കുന്ന വാള് കൊണ്ട് അറുത്തു കൊന്നിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ഈ ലോകത്തിൽ മനുഷ്യരെ കൊന്നിരിക്കുന്നത്. ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ചതാ. ഇതിനേക്കാൾ വലുത് സംഭവിക്കുന്നു. നേരം വെളുത്താൽ പുറത്തിറങ്ങി നടക്കുവാൻ പുരുഷന്മാർക്ക് പോലും വയ്യാത്ത ഒരു കാലയളവ് വരുന്നു. കർത്താവ് അതിനെ കുറിച്ച് പറഞ്ഞത് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഭയാനകമായ ഒരു നാൾ വരുന്നു. പക്ഷേ ഒരു സന്തോഷം, ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, നമ്മളിവിടെ ചവിട്ടി മെതിക്കപ്പെടാൻ കാണുകയില്ല. നമ്മളെ കർത്താവ് അതിനു മുമ്പ് ഇവിടുന്ന് കൊണ്ടുപോകും. ആ സന്തോഷ ദിനം എടുത്തു വരുന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷമുള്ള എത്ര പേരുണ്ട്? എന്റെ കർത്താവേ, നീ എത്രയും വേഗം ഒന്ന് വരണമേ. നമുക്ക് എഴുതിയിട്ട് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം. നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ചിന്തിച്ചു നിർത്തിയത് മഹാപീഡനകാല മധ്യത്തിൽ 2 സാക്ഷികൾ അന്തിക്രിസ്തുവിന്റെ വാളാൽ കൊല്ലപ്പെടുന്നു. തുടർന്ന് 3.5 ദിവസം അവരുടെ ശവം യെരുശലേം തിരുവീതിയിൽ കിടക്കുന്നു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ ഉയർത്തെഴുന്നേൽക്കുന്നു. സ്വർഗത്തിലേക്ക് അവർ എടുക്കപ്പെടുന്നു. തുടർന്ന് ഭൂമിയിൽ ഭൂകമ്പമുണ്ടാകുന്നു. നഗരത്തിൽ 10 ഇടിഞ്ഞു വീഴുന്നു. ഭൂകമ്പത്തിൽ 7000 പേർ മരിക്കുന്നു. ഇത്യാദി വിഷയങ്ങൾ നമുക്ക് വെളിപ്പാട് 11 നിന്ന് ലഭിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അന്ന് എന്നുള്ള പദം മൂലഭാഷയിൽ ഇല്ല. ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അന്ന് എന്ന് വായിച്ചാൽ അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ 2 സാക്ഷികൾ വരേണ്ടത് ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ പകുതിയിൽ അല്ലെങ്കിൽ 7 വർഷത്തിൻ്റെ ഒടുവിലത്തെ പകുതിയിലാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക അന്ന് എന്നുള്ള പദം വെച്ചാൽ. എന്നാൽ അന്ന് എന്ന് കാണുന്നത് മൂലഭാഷയിലില്ല. 2 സാക്ഷികൾ വരുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒടുവിലത്തെ പകുതിയിലല്ല, ആദ്യത്തെ പകുതിയിലാണ്. ഏലിയാവും മോശയുമാണ് ആ സാക്ഷികളെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ സാക്ഷികൾ കൊല്ലപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മേഘത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ട ശേഷം പിന്നീട് സംഭവിക്കുന്നത്, ഈ ലോകത്തിലേക്ക് ഈ ലോകം വാഴുവാൻ വേണ്ടി ഒരു ഏകാധിപതി എഴുന്നേറ്റ് വരും. അവൻ്റെ പേരാണ് ആൻറ്റി ക്രൈസ്റ്റ്. വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആ വ്യക്തിയെ മൃഗം എന്നുള്ള നിലയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് വരുന്നതായ ആ ഏകാധിപതിയെ സ്വീകരിക്കുവാൻ ഇവിടെ നാമധേയ ക്രൈസ്തവർ ഉണ്ടായിരിക്കും. മഹാപീഡനത്തിന്റെ ആരംഭത്തിൽ യഹൂദൻ അന്തിക്രിസ്തുവുമായി ഉടമ്പടി ചെയ്യുക മാത്രമല്ല, കൈവിടപ്പെട്ടു പോകുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഒന്നായിത്തീർന്ന് അവനുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ്. യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിങ്കൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, തിരുവചനപ്രകാരം ജീവിക്കുന്നവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപാടും വിശുദ്ധിയും പാലിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവരാണ് എടുക്കപ്പെടുന്നത്. തുടർന്ന് കൈവിടപ്പെടുന്ന ആ ജനങ്ങളിൽ നിന്നാണ് അന്തിക്രിസ്തുവിന്റെ മണവാട്ടി രൂപം കൊള്ളുന്നത്. കൈവിടപ്പെട്ടു പോകുന്ന എല്ലാ നാമധേയ ക്രിസ്ത്യാനികളും പാപ്പാമതത്തിന് അടിവണങ്ങുകയും അങ്ങനെ പാപ്പാ സഭ സാർവത്രിക സഭയായി തീരുകയും ചെയ്യും. റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായ അന്തിക്രിസ്തുവും പോപ്പും തമ്മിലുള്ളതായ ഉടമ്പടി മൂലം പോപ്പിന് തൽക്കാലത്തേക്ക് രാജാധികാരം ലഭിക്കുകയും ആദ്യത്തെ 3.5 വർഷം പോപ്പ് ഭരിക്കുകയും ചെയ്യും.
അന്തിക്രിസ്തുവാണ് ചക്രവർത്തി എന്ന് വരികിലും പോപ്പിന്റെ ആലോചന കേട്ടാണ് ആദ്യത്തെ 3.5 വർഷം ഭരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ പുറത്ത് വാഹനമേറിയിരിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൃഗം ആന്റി ക്രൈസ്റ്റാണ്, സ്ത്രീ പാപ്പാമതമാണ്. ആനയുടെ പുറത്ത് പാപ്പാനിരുന്നാൽ പാപ്പാന്റെ ഇഷ്ടത്തിന് ആന പോകണമെന്നാണ്. ഈ മൃഗത്തിന്റെ പുറത്ത് സ്ത്രീ ഇരിക്കുന്നതിനാൽ, മഹാവേശിയാകുന്ന റോമാമതം ആരോഹണം ചെയ്തിരിക്കുന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ത്രീയുടെ ഇഷ്ടത്തിന്, പാപ്പാമതത്തിന്റെ ഇഷ്ടത്തിന് അന്തിക്രിസ്തു മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. 17-ാം അധ്യായത്തിൽ കാണുന്ന മൃഗത്തിന് 10 കൊമ്പുണ്ടെങ്കിലും 10 കൊമ്പുകളിൽ രാജമുടി കാണുവാനില്ല. 13-ാം അധ്യായത്തിൽ കാണുന്ന മൃഗത്തിന് 10 കൊമ്പുണ്ട്, അതിന് 10 കൊമ്പിലും രാജമുടിയുണ്ട്. അതിനാൽ 10 രാജാക്കന്മാർ പൂർണ്ണശക്തിയോടെ അധികാരത്തിൽ വരാത്ത ആഴ്ചവട്ടത്തിന്റെ ആദ്യത്തെ പകുതിയിലെ മൃഗമാണ് 17-ൽ കാണുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെ ആദ്യത്തെ 3 വർഷം പോപ്പാണ് വാസ്തവത്തിൽ ഭരിക്കുന്നത്. പോപ്പ് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്, അന്തിക്രിസ്തു ഭരിക്കുകയാണ്. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിലാകുമ്പോൾ 1-ാം സ്വർഗത്തിൽ വെച്ച് മീഖായേൽ എന്ന പ്രധാന ദൂതനും സാത്താനും തമ്മിലൊരു യുദ്ധമുണ്ടാകും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേൽ വായിച്ച് 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. സാത്താനാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതനായിരുന്നു. ദൈവസന്നിധിയിൽ ആ ദൂതൻ നിഗളിച്ചതിനാലാണ് സാത്താനായി തീർന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധി. അങ്ങനെ അവന്റെ സ്വന്തമായ പാർപ്പിട സ്ഥലം 1-ാം സ്വർഗമാകുന്ന മേഘമണ്ഡലമാണ്. അതുകൊണ്ടാണ് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, ആകാശത്തിന്റെ അധികാരം എന്നെല്ലാം അവനെക്കുറിച്ച് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ അവിടെ വസിച്ചുകൊണ്ട് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുകയും ഇടയ്ക്ക് സ്വർഗത്തിൽ പോകുകയും ചെയ്യുന്നു. എന്നാൽ ഇതുവരെയും അവനെ 1-ാം സ്വർഗത്തിൽ നിന്ന് താഴേട്ട് തള്ളിയിട്ടിട്ടില്ല. മഹാപീഡനകാല മധ്യത്തിൽ മീഖായേലുമായി നടക്കുന്ന യുദ്ധത്തിലാണ് സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിടുന്നത്. അങ്ങനെ സാത്താനും അവന്റെ ദൂതഗണങ്ങളും ഭൂമിയിലേക്ക് വരികയും സാത്താൻ അന്തിക്രിസ്തുവിന്മേൽ ആവസിക്കുകയും അന്തിക്രിസ്തു സാത്താൻ അഭിഷേകത്താൽ കുപിതനായി പാപ്പാമതത്തോടുള്ള ഉടമ്പടി ലംഘിച്ച് അന്നത്തെ പോപ്പിനെയും അവന്റെ മതാധ്യക്ഷന്മാരെയും കൊല്ലുകയും അവരുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളെല്ലാം ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാൽ ആ ന്യായവിധി അഥവാ പാപ്പാമതത്തെ ന്യായം വിധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 17-ാം അധ്യായം 16-ാം വാക്യം. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നാമധേയ സഭയെ ന്യായം വിധിക്കുന്നു. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ച് 17-9. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 9-ാം വാക്യത്തിൽ മൃഗത്തിന്റെ 7 തലകൾ 7 മലകളെ കുറിക്കുന്നു. അടുത്ത വാക്യത്തിൽ അവ 7 രാജാക്കന്മാരുമാകുന്നു. 17-ാം അധ്യായത്തിൽ ഈ സ്ത്രീ 3 സ്ഥലത്തിരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സ്ത്രീ ഇരിക്കുന്നത് പെരുവെള്ളത്തിന്റെ മീതെയാണ്. പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് റോമൻ കത്തോലിക്ക സഭയിലെ അംഗസംഖ്യ തന്നെ ഏകദേശം 100 കോടിയാണ്. പെരുവെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ജനസമൂഹത്തെയാണെന്ന് 17-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ജനസമൂഹത്തിന്റെ നേതാവാണ് പോപ്പ്. എന്നാൽ കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ടു പോകുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും മേലധ്യക്ഷനായി അന്ന് പോപ്പ് തീരുന്നതുകൊണ്ട് അത് പെരുവെള്ളമായിരിക്കും. പെരുവെള്ളത്തിന്റെ മുകളിൽ സ്ത്രീ ഇരിക്കുന്നു. വീണ്ടും 17-ാം അധ്യായത്തിൽ ഈ സ്ത്രീ മൃഗത്തിന്റെ പുറത്തിരിക്കുന്നു, അഥവാ അന്തിക്രിസ്തുവിനെ നിയന്ത്രിക്കുന്നു. വീണ്ടും ഈ സ്ത്രീ 7 മലയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 7 മലയുടെ മുകളിൽ പണിത ഒരേ ഒരു പട്ടണമേ ലോകത്തിലുള്ളൂ, അത് റോമ പട്ടണമാണ്. അതുകൊണ്ട് വളരെ വ്യക്തമാണ് ഇവിടെ പറയുന്ന സ്ത്രീ റോമൻ കത്തോലിക്ക സഭയാണ്. അത് ഒന്നുകൂടെ വിശദീകരിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ശ്രദ്ധിക്കുക, അങ്ങനെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൃഗത്തിന്റെ 7 തലകൾ 7 മലകളെ കുറിക്കുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു.
അവരിൽ 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റൊന്ന് ഇതുവരെ വന്നിട്ടില്ല, വന്നിൽ പിന്നെ കുറഞ്ഞു വന്ന് ഇരിക്കേണ്ടതാകുന്നു എന്ന് കാണുന്നു. എന്ന് വെച്ചാൽ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് പുസ്തക വിഷയങ്ങൾ വെളിപ്പെടുത്തിയ കാലത്ത് ഈ 7 റോമാ ചക്രവർത്തിമാരിൽ 5 പേർ മരിച്ചു പോയിരുന്നു. ഒരാൾ അപ്പോൾ ഉണ്ട്. അത് യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തിയ ദോമിഷൻ ചക്രവർത്തിയാണ്. വരുവാനുള്ള 7ാമത്തെ രാജാവ് നിസ്സംശയമായും അന്തിക്രിസ്തുവാണ്. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൃഗത്തിന്റെ 7 തലകളിൽ ഒന്നിന് മരണകരമായ മുറിവ് പറ്റി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് എടുത്തു വായിച്ച്. 13-ാം അധ്യായം 3-ാം വാക്യം. അതിന്റെ തലകളിൽ ഒന്ന്, മൃഗത്തിന്റെ 7 തലയാണുള്ളത്. 7 തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മരണകരമായ മുറിവ് പറ്റിയതുപോലെ ഞാൻ കണ്ടു. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മഹാസർപ്പം സാത്താനാണ്. മഹാസർപ്പത്തെ നമസ്കരിച്ചു. മതി. അവൻ മൃഗത്തിന്റെ 7 തലകളിൽ ഒന്നിന് മരണകരമായ മുറിവ് പറ്റിയെന്ന് 13-3 കാണുന്നു. അത് എത്രാമത്തെ തലയാണെന്നില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 7ാമത്തെ തലയാണ്. മൃഗത്തിന്റെ 7 തലകളിൽ ഒന്നിന് മുറിവേൽക്കുന്നതിന് മുമ്പ് മൃഗത്തിന് തലകളെല്ലാം ഉണ്ടായിരുന്നു. 11-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. 17-11. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. അപ്പോൾ ആ മൃഗത്തെ കുറിച്ച് പറയുന്നത് ഉണ്ടായിരുന്നവനും ഇല്ലാത്തവനുമായ മൃഗം. 8ാമനാണ്, 7 ഉൾപ്പെട്ടവനാണ്. ഇതെങ്ങനെ സാധിക്കും? ഉണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ അഥവാ മഹാപീഡനത്തിലെ 7 വർഷത്തിന്റെ ആദ്യത്തെ പകുതി അന്തിക്രിസ്തു ഉണ്ടായിരുന്നു. ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു മരണം സംഭവിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നവനും ഇല്ലാത്തവനുമായ മൃഗം. എന്നിട്ട് പറയുകയാണ് അവൻ 8ാമനാണ്, 7 ഉൾപ്പെട്ടവനാണ്. 8ാമനാണെന്ന് പറയുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. 7 ഉൾപ്പെട്ടവനാണെന്ന് പറയാൻ കാരണം അവൻ ആ പഴയ വ്യക്തി തന്നെയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ അന്തിക്രിസ്തുവിന് ഒരു ഘാതകനാൽ മരണകരമായി വാളാൽ മുറിവേൽക്കും. 13-ാം അധ്യായത്തിൽ വാളാലാണ് മുറിവേൽക്കുന്നുണ്ട്. വാളാൽ മുറിവേൽക്കുകയും ശവസംസ്കാര സന്നദ്ധ നിലയിൽ അവൻ കിടക്കുമ്പോൾ അവൻ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ എതിർമൂർത്തിയാണ് അന്തിക്രിസ്തു. ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. ഇതാ അന്തിക്രിസ്തു വാളാൽ മുറിവേറ്റിട്ട് ആ ശവസംസ്കാര സന്നദ്ധ നിലയിൽ കിടക്കുമ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. അതിനെ തുടർന്ന് സാത്താൻ അവനിൽ ആരോഹണം ചെയ്യുന്നതിനാൽ അവൻ റോമാ മതത്തോടും യഹൂദ സഭയോടുമുള്ളതായ ഉടമ്പടി ലംഘിച്ച് അനീതിയുടെ വിളനിലമായി തീരും. അതിനു മുമ്പ് അവൻ മധുര സ്വഭാവിയും സ്നേഹയോഗ്യനുമായിരുന്നു. എന്നാൽ അവന്റെ പുനഃസ്ഥാപനത്തിന് ശേഷം സാത്താൻ അവനിൽ ആരോഹണം ചെയ്യുന്നതിനാൽ അവൻ റോമാ സഭയോടും അഥവാ പോപ്പിനോടും യഹൂദന്മാരോടുമുള്ളതായ ഉടമ്പടി ലംഘിച്ച് അനീതിയുടെ വിളനിലമായി തീരുകയാണ്. അങ്ങനെ ഒടുവിലത്തെ 3.5 വർഷമാണ് അതിഭയങ്കരമായ കഷ്ടകാല ലോകത്തിൽ വരാൻ പോകുന്നത്. അതിനെക്കുറിച്ച് യെരമ്യാ പ്രവചനത്തിൽ 30-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ നാളുകൾ പോലെ വേറെയില്ല, അത് യാക്കോബിന്റെ കഷ്ടകാലം. ദൈവമക്കളെ, നമുക്ക് സന്തോഷമുണ്ട്. ആ കഷ്ടകാലത്ത് നാം ഈ ഭൂമിയിൽ കാണുകയില്ല. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക, അങ്ങനെ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ റോമാ സഭയെ ന്യായം വിധിക്കും. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ യഹൂദന്മാരോടുള്ള അന്തിക്രിസ്തു ഉടമ്പടി ലംഘിച്ച് എതിർക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, 2 സാക്ഷികൾ ഇവിടെ പ്രസംഗിക്കുന്നത് മരണത്തോടും പാതാളത്തോടുമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തതെന്നാണ് യഹൂദന്മാരോട് പ്രസംഗിക്കുന്നത്. പക്ഷേ അവർക്കപ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ സാക്ഷികളുടെ പ്രവചനകാലങ്ങൾ അവസാനിക്കുകയും സാക്ഷികളെ അന്തിക്രിസ്തു വാളാൽ കൊല്ലുകയും ചെയ്യും. അതോടുകൂടെ ഇസ്രായേലിന്റെ കഷ്ടകാലം ആരംഭിക്കും. യഹൂദന്മാർക്ക് പല ആലയങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരുടെ 1ാമത്തെ ആലയം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ദൈവം പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃകപ്രകാരം ഉണ്ടാക്കിയ സമാഗമന കൂടാരമാണ് അവരുടെ 1ാമത്തെ ആലയം. അത് ദാവീദിന്റെ കാലം വരെ ഉണ്ടായിരുന്നു. ദാവീദിന്റെ മകനായ ശലോമോൻ യഹോവയ്ക്ക് മോറിയാമലയിൽ അതിമനോഹരമായ ഒരു ആലയം പണിതു. അതിനെ തുടർന്ന് സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന സാക്ഷ്യപ്പെട്ടതും കൊണ്ടുവന്ന് ആ ആലയത്തിന്റെ അന്തർമന്ദിരത്തിൽ വെച്ചു. എന്ന യഹൂദജാതി ന്യായപ്രമാണം അനുസരിക്കാത്തതിനാൽ
ശലോമോൻ പണി കഴിപ്പിച്ച ആലയം ആ ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് തീ വെച്ച് ചുട്ടുകളഞ്ഞു. 70 സംവത്സരം അവർ ബാബിലോണിൽ അടിമകളായിരുന്നു. അതിനെ തുടർന്ന് സെരുബ്ബാബേലും യോശുവയും യെരുശലേമിൽ വന്ന് പുതിയൊരു ആലയം പണിതു. അങ്ങനെ ആലയം പണിതെങ്കിലും യഹൂദർ ഒരു ജാതിയായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്തതിനാൽ ദൈവം ആലയത്തിലേക്ക് വന്നില്ല. വീണ്ടും അവർ ന്യായപ്രമാണം ലംഘിച്ചതിനാൽ സിറിയ രാജാവായ അന്ത്യോക്യസ് എപ്പിഫാനസ് വന്ന് ആ ആലയം അശുദ്ധമാക്കി യഹൂദന്റെ ആലയത്തിൽ പന്നിയെ ബലി കഴിച്ചു, ആലയത്തിന് കേടുപാടുകൾ വരുത്തി. എന്നാൽ അങ്ങനെ അവർക്ക് ആലയം നഷ്ടപ്പെട്ടു. തുടർന്ന് മഹാനായ ഹെരോദാവ് യഹൂദന്മാരെ പ്രീതി നേടാൻ വേണ്ടി 46 സംവത്സരം കൊണ്ട് അതിമനോഹരമായ ആലയം യെരുശലേമിൽ പണിതു. ആ ആലയമാണ് നമ്മുടെ കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നത്. ആ ആലയത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിച്ചു പോകുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. അത് AD 70 വെസ്പേഷ്യന്റെ മകനായ തീത്തോസ് വന്ന് യെരുശലേം നശിപ്പിച്ചപ്പോൾ, ആക്രമിച്ചപ്പോൾ ആ ആലയത്തെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. AD 70 മുതൽ ഈ 2008 വരെ യഹൂദൻ ആലയമില്ല. അവർ അലഞ്ഞു തിരിഞ്ഞ സ്ഥലങ്ങളിലെ സിനഗോഗുകൾ, പ്രാർത്ഥനയ്ക്ക് കൂടി വരാൻ പള്ളികൾ മാത്രമാണ് പണിതത്. ആലയം അവർ യെരുശലേമിലാണ് പണിയുക. അവരുടെ ആലയം ഇതുവരെ പണിതിട്ടില്ല. ഇന്ന് യഹൂദൻ ആലയമില്ല. ഇന്ന് ലോകത്തിലൊരു ആലയമുണ്ട്, അത് പുതിയ നിയമസഭയാകുന്ന ആലയമാണ്. രണ്ടാരാധന ഒരു സമയത്ത് ദൈവം സ്വീകരിക്കുകയില്ല. ക്രിസ്തുയേശു എന്ന മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്ന ജീവനുള്ള കല്ലായ യേശുവിന്റെ അടുക്കൽ ചെന്ന് വിശ്വസിച്ച് ആത്മീക ജീവൻ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർത്ത് പണിയുന്ന ആലയമാണ് ഇന്നത്തെ ആലയം. പ്രൈസ് ദി ലോർഡ്. ആ ആലയത്തിന്റെ മധ്യത്തിലാണ് കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ നടുവിലുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ കൂടി വന്നപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യയെ നടകൊള്ളുന്നുണ്ട്. ഈ ആലയത്തിന്റെ പണി തീരാറായി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആലയത്തിന്റെ പണി കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും പിന്നെ ഇവിടെ താമസിക്കുകയില്ല. കാഹളം വാനിൽ മുഴങ്ങും. കാഹളം വാനിൽ മുഴങ്ങി സഭയുടെ നെടുക്കപ്പെട്ടാൽ മഹാപീഡനകാലത്ത് യഹൂദന് ആലയവും ആരാധനയും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ അവർ 70ാമത്തെ ആഴ്ചവട്ടമാണത്. ശേഷിക്കുന്ന 7 കൊല്ലമാണ്. അത് യഹൂദനോട് ഇടപെടുന്ന കാലയളവാണ്. യഹൂദന്റെ ആരാധനയും സ്വീകരിക്കുന്ന സമയമാണ്. യഹൂദനൊരു ആലയം ഉണ്ടായിരിക്കും. ആ ആലയത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാൽ ആ ആലയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാർ അവർക്കൊരു ആലയം പണിയുവാൻ വേണ്ടിയുള്ളതായ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദിവസത്തിൽ 3 പ്രാവശ്യം അവര് പ്രൈസ് ദി ലോർഡ് ആ ആലയം പണിയുവാൻ വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരോടല്ലാതെ വേറെ ആരോടും അവർ ആലയപ്പണിക്കുള്ളതായ സംഭാവനകൾ വാങ്ങുന്നില്ല. യെരുശലേമിലുള്ളതായ ഹോളി ലാൻഡ് ഹോട്ടലിൽ അവർ പണിയുവാനുള്ളതായ ആലയത്തിന്റെ ഒരു മാതൃക പ്രദർശിപ്പിക്കുകയുണ്ടായി. യെരുശലേമിലുള്ളതായ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുപേരായ സ്ഥാപനത്തിൽ 200 യുവാക്കന്മാരെ പൗരോഹിത്യ ശുശ്രൂഷ പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആലയം പണിത് കഴിഞ്ഞാൽ ആരാധന നടത്തുവാൻ ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിതന്മാർ വേണം. അങ്ങനെ ആലയപ്പണിക്ക് വേണ്ടതെല്ലാം അവർ സ്വരൂപിച്ചു കഴിഞ്ഞു. ആലയം പണിത് കഴിഞ്ഞാൽ പൗരോഹിത്യം നടത്തുവാനുള്ളതായ പുരോഹിതന്മാരെയും അവർ പഠിപ്പിച്ചു. ദൈവമക്കളൊരു കാര്യം മനസ്സിലാക്കണം, നാം ഇവിടുന്ന് പോയാൽ സ്തോത്രം, ഇവിടെ യഹൂദന്റെ ആലയം പണിത് ആരാധന നടത്തി ദൈവം അത് സ്വീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആ ആലയം 3 വർഷം ഉണ്ടായിരിക്കും. ആ 3.5 വർഷത്തിന്റെ ഒടുവിൽ ആദ്യത്തെ 3.5 വർഷം, ആ 3 വർഷത്തിന്റെ ഒടുവിൽ അന്തിക്രിസ്തു ഉടമ്പടി ലംഘിച്ചാൽ പ്രൈസ് ദി ലോർഡ് യഹൂദന്റെ കഷ്ടകാലം പിന്നെ ആരംഭിക്കുകയായി. എന്ത് സംഭവിക്കും? തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചാൽ അവിടെ ഒരു പ്രത്യേക വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദനുമായിട്ടുള്ള ഉടമ്പടി അന്തിക്രിസ്തു ലംഘിച്ച ശേഷം യഹൂദന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ അന്തിക്രിസ്തു എന്ത് ചെയ്യും? 2 തെസ്സലോനിക്കർ 2:4 അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു. അപ്പൊ യഹൂദന്റെ യെരുശലേമിലുള്ള ആലയത്തിൽ ആര് കയറിയിരിക്കും? അന്തിക്രിസ്തു കയറിയിരിക്കും. അന്തിക്രിസ്തു സാക്ഷാൽ മെസ്സിയാണെന്നാണ് യഹൂദന്മാർ കരുതിയത്. പക്ഷേ അവൻ മെസ്സിയല്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരുടെ ആലയത്തിൽ അന്തിക്രിസ്തു കയറിയിരുന്ന് ഞാനാണ് ദൈവമെന്ന് പറയും. ഞാനാണ് ദൈവമെന്ന് പറഞ്ഞാൽ ഒരിക്കലും യഹൂദജാതി അംഗീകരിക്കുകയില്ല. മാത്രമല്ല ദാനിയേൽ പ്രവചനം 29-ാം അധ്യായത്തിലേക്ക് വന്നാൽ 27-ാം വാക്യം നമ്മൾ വായിക്കണം. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ എന്തു ചെയ്യും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന് 27-ാം വാക്യം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടത്തേക്ക് 7 വർഷത്തേക്കാണ് പലരോടും നിയമത്തെ ഉറപ്പിക്കുന്നത്. എന്നിട്ട് ആഴ്ചവട്ടത്തിന്റെ മധ്യേ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. യഹൂദന്റെ ആലയത്തിലെ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. ഇനി നിങ്ങൾ യാഗം കഴിക്കണ്ടെന്ന് പറയും.
അങ്ങനെ ആലയത്തിൽ കയറിയിരുന്ന് ദൈവമാണെന്ന് പറഞ്ഞ് ഇനി യഹോവയ്ക്ക് ആരാധന നടത്തണ്ട എന്ന് പറയുമ്പോഴാണ് യഹൂദന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അപ്പോഴാണ് ഇവര് അന്തിക്രിസ്തുവോട് മത്സരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഉടമ്പടി ലംഘിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, സാക്ഷികളെ കൊന്ന ശേഷം യഹൂദന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. യഹൂദൻ മനസ്സിലായിട്ടില്ല. യഹൂദന്റെ ആലയത്തില് അന്തിക്രിസ്തു കയറിയത് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് ഇനി യഹോവയ്ക്ക് യാഗം കഴിക്കണ്ട എന്ന് പറയുമ്പോഴാണ് യഹൂദന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് അവർ മരണത്തോടും പാതാളത്തോടുമാണല്ലോ ഉടമ്പടി ചെയ്തത് എന്ന് മനസ്സിലാകുമ്പോഴാണ് യഹൂദന്മാർ അന്തിക്രിസ്തുവിനോട് എതിർക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി ലംഘിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. യഹൂദന്മാർ സമ്മതിക്കില്ല. യഹൂദന്മാർ മത്സരിക്കുമ്പോൾ അന്തിക്രിസ്തു എന്ത് ചെയ്യും? ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തില് ആന്റി ക്രൈസ്റ്റ് എന്ത് ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാർ മത്സരിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? 8-ാം അധ്യായം 11-ാം വാക്യം. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയും ചെയ്യും. അവന്റെ വിശുദ്ധ മന്ദിരം എന്ത് ചെയ്യും? ഇടിച്ചു കളയും. യഹൂദന്റെ ആലയം അന്തിക്രിസ്തു ഇടിച്ചു കളയും. തുടർന്ന് എന്ത് സംഭവിക്കും? അതിന്റെ 12-ാം വാക്യം. അതിക്രമഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ യഹൂദൻ ഇനി ഇവിടെ ആലയം പണിയാതിരിക്കാനും ആരാധന നടത്താതിരിക്കാനും ഒരു പട്ടാളത്തെ അന്തിക്രിസ്തുവോടെ കാവൽ നിർത്തും. കാവൽ നിർത്തിയ ശേഷമാണ് അവൻ യെരൂശലേമിൽ നിന്ന് തന്റെ സ്ഥലത്തേക്ക് പോകുന്നത്. അന്തിക്രിസ്തുവിന് കൂട്ടാളിയായിട്ട് ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് കള്ളപ്രവാചകൻ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ വായിച്ചാൽ കള്ളപ്രവാചകനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഇന്ന് ക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പോലെ അന്ന് അന്തിക്രിസ്തുവിന് വേണ്ടി കള്ളപ്രവാചകൻ പ്രവർത്തിക്കും. അന്തിക്രിസ്തുവിന്റെ പ്രതിമയെ ഈ ആലയം ഇടിച്ച സ്ഥലത്ത് കാവൽ പട്ടാളത്തെ പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ അന്തിക്രിസ്തുവിന്റെ ഒരു പ്രതിമയുണ്ടാക്കി കള്ളപ്രവാചകൻ സ്ഥാപിക്കും. എന്നിട്ട് എല്ലാവരും അതിനെ നമസ്കരിക്കണമെന്ന് വിളംബരം ചെയ്യും. അതിനെ നമസ്കരിക്കാത്ത എല്ലാവരും കൊല്ലപ്പെടണമെന്ന് കള്ളപ്രവാചകൻ വിളംബരം ചെയ്യും. മാത്രമല്ല അന്തിക്രിസ്തുവിന്റെ പേരിന്റെ സംഖ്യയായ 666 നെറ്റിയേലോ വലങ്കയിലോ മുദ്രയേൽക്കുന്നവന് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള കഠിന നിയമം കള്ളപ്രവാചകൻ പാസാക്കും. ഭക്തന്മാരായ യഹൂദന്മാര് മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കുകയുമില്ല, മുദ്ര ഏൽക്കുകയുമില്ല. അതുകൊണ്ട് അവർക്ക് വലിയ ആപത്ത് ആ സമയത്ത് വരാൻ പോകുകയാണ്. അങ്ങനെ യഹൂദന്മാർ ഭക്ഷണം കിട്ടാതെ വാങ്ങാനോ വിൽക്കാനോ പാടില്ല. ഭക്ഷണം കിട്ടാതെ അവർ അരഞ്ഞു തിരിഞ്ഞു നടക്കും. മാത്രമല്ല അന്തിക്രിസ്തുവിന്റെ വാളിനെ ഭയന്ന് അവര് ഓടിപ്പോകും. അങ്ങനെ അവർ അലഞ്ഞിരിഞ്ഞു നടക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി കരുതും. സന്തോഷമുള്ളവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പലസ്തീന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ അരഞ്ഞിരിഞ്ഞു നടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി ദൈവം ഭക്തന്മാരായ ചില അറബികളുടെ മനസ്സിൽ പ്രേരണ നൽകും. വായിക്കേണ്ട യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. അറബികളാണ്, ഭക്തന്മാരായ അറബികളാണ് അന്ന് യഹൂദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. വസ്ത്രവും വെള്ളവും ഭക്ഷണവുമെല്ലാം അവർക്ക് നൽകും. അതിനുള്ള പ്രേരണ കൊടുക്കും. സ്തോത്രം. ഏലിയാവിന്റെ കാലത്ത് 50 പ്രവാചകന്മാരെ വീതം 2 ഗുഹകളിൽ പാർപ്പിച്ച് ഓബദ്യാവ് അവരെ പോഷിപ്പിച്ചല്ലോ. മാത്രമല്ല ബാലിന് മുട്ടുകുത്താത്ത 7000 ദൈവം സൂക്ഷിച്ചല്ലോ. ഏലിയാവിന് സറപ്തയിലെ വിധവയെ കൊണ്ടും കാക്കയെ കൊണ്ടും ദൈവം പോഷിപ്പിച്ചല്ലോ. ഇതുപോലെ തന്റെ ജനത്തിന് വേണ്ടി ദൈവം കരുതുന്നവനാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഈ കാലയളവിൽ നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമ്മെ രക്ഷിച്ച യേശു നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഒരിക്കലും നമ്മൾ ഭാരപ്പെടരുത്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവരാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നത്. അങ്ങനെ അവര് അലഞ്ഞു നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 3.5 കൊല്ലം കഴിഞ്ഞ് ഒടുവിലത്തെ 3.5 കൊല്ലോടെ കഴിയുമ്പോഴാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹർമഗദ്ദോൻ യുദ്ധാനന്തരം യേശുക്രിസ്തു യെരൂശലേമിൽ പ്രവേശിച്ചിട്ട് ഒരു സിംഹാസനം സ്ഥാപിക്കും. അതിന്റെ പേരാണ് തേജസ്സിന്റെ സിംഹാസനം. ആ തേജസ് സിംഹാസനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇരുന്ന് യഹൂദനെ സഹായിച്ച ജാതികളെയും യഹൂദനെ സഹായിക്കാത്ത ജാതികളെയും ആ സിംഹാസനം മുമ്പിൽ കൂട്ടിവരുത്തും. നിങ്ങൾ സമയം കെട്ട് വായിച്ചാൽ മതി. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ സഹായിച്ചവരെ വലത്തോട്ടും സഹായിക്കാത്തവരെ ഇടത്തോട്ടും മാറ്റി നിർത്തും. എന്നിട്ട് വലത്തുള്ളവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഇത്യാദി കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ നിന്നെ ഈ വിധത്തിൽ എവിടെ വെച്ചാണ് കണ്ടത്?
കർത്താവ് യഹൂദനെ ചൂണ്ടിക്കൊണ്ട് പറയും, പ്രൈസ് ദി ലോർഡ്, ഈ ചെറിയവരോട് നിങ്ങൾ ചെയ്തിടത്തോളമെല്ലാം എന്നോടാണ് ചെയ്തത്. ഈ യഹൂദനെ ഒറ്റിക്കൊടുത്തവരുണ്ട്, ഭക്ഷണങ്ങൾ കൊടുക്കാത്തവരുണ്ട്, അവരെ ശപിക്കപ്പെട്ടവരെ എന്ന് വിളിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. എന്നാൽ ഈ സഹായിച്ച ജാതികളെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ 1000 ആണ്ട് വാഴ്ചയിലെ സുവിശേഷം കേട്ട് അതിലേക്ക് പ്രവേശിച്ച ഈ ജാതികളെല്ലാവരും രക്ഷിക്കപ്പെടും. അവർ 1000 ആണ്ടിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും. നിത്യതയോളം അവർ കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കും. റാഹാബ് എന്ന് പറയുന്ന വേശ്യ ഒറ്റകാല സമാധാനത്തോടെ കൈക്കൊണ്ടു എന്നുള്ള കാരണത്താൽ അവൾക്ക് ഇസ്രായേലിലേക്ക് പ്രവേശനം കിട്ടിയതുപോലെ, പ്രൈസ് ദി ലോർഡ്, അവൾ യഹോവയെ കണ്ടെത്തുവാൻ ഇടയായി തീർന്നതുപോലെ ഇവര് പ്രൈസ് അറിഞ്ഞുകൊണ്ടല്ല, ഭക്തന്മാരായതുകൊണ്ട് ഭക്ഷണം കൊടുത്തതാ. ഇവരെ സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ച് ഇവർ സത്യദൈവത്തെ മനസ്സിലാക്കി പിന്നീട് അവര് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് നിത്യജീവൻ പ്രാപിച്ച് നിത്യയുഗങ്ങൾ കർത്താവിനോടൊപ്പം വാഴും.